അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെല്ലാവരും ശരിക്കും പഠിക്കുന്നില്ലേ? നമുക്ക് വേഗം പാഠം തീർക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ജനുവരി 1 മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് റിവിഷനിലേക്കൊക്കെ കടക്കണം. കുറഞ്ഞ സമയമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ജനുവരി മുതൽ റെഗുലർ ക്ലാസ്സിൽ ആരംഭിക്കുമെന്ന് വിചാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരെ നിങ്ങൾ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കണം, എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്പീഡാക്കാൻ കഴിയുള്ളൂ. മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാടകം കഴിഞ്ഞല്ലോ അല്ലേ? ഇനി നമുക്ക് ആ നാടകം എഴുതിയ സാഹിത്യകാരനെ കുറിച്ചാണ് പറയാനുള്ളത്. ശരിക്കും പഠിക്കണേ. ഇത് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ എന്താ പറയുക? തർജുമത്തുൽ ഹയാത്ത് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഈ തർജുമത്തുൽ ഹയാത്ത് തന്നിട്ട് ബയോഡാറ്റ എഴുതാൻ വരുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു ബയോഡാറ്റ രൂപത്തിലേക്ക് നിങ്ങൾ ആക്കി നോക്കണം. മനസ്സിലായോ? പിന്നെ ഇതിൽ നിന്നുള്ള വൺ വേർഡായിട്ട് ക്വസ്റ്റ്യൻസ് അതേപോലെ ചേരുംപടിയായിട്ടൊക്കെ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ആരുടേതാണ് എന്നുള്ള ചോദ്യങ്ങളായിട്ടും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കാം. അനിൽ അദീബ്. അദീബ് എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ. എല്ലാവർക്കും വേണ്ടിയതാണ് ഫുൾ മലയാളത്തിൽ എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് റിവിഷനിൽ നമുക്ക് ഇംഗ്ലീഷും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടി ആയതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് മലയാളത്തിൽ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. മനസ്സിലായോ? ഇംഗ്ലീഷ് മീനിങ് എഴുതാൻ പറ്റുന്നവർക്ക് ഇംഗ്ലീഷിൻ്റെ എഴുതാം. മറ്റുള്ളവരെയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് റിവിഷൻ ശരിയാക്കാം. അലി അഹമ്മദ് ബാക്കസീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അലി അഹമ്മദ് ബാക്കസീർ എന്നാണ് നമ്മുടെ ഈ നാടകം രചിച്ച ആളുടെ പേര്. നോക്കാം. ഹുവ അലി അഹമ്മദ് ബാക്കസീരിൽ കിന്ദി. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞില്ലേ നമ്മൾ? ഇസ്മുൽ കാമിൽ എന്താണ്? അലി അഹമ്മദ് ബാക്കസീരിൽ കിന്ദി എന്നാണ്. വലിദ അദ്ദേഹം ജനിച്ചു ബി ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി 21 ഡിസംബർ 1910 ഡിസംബർ 21 അദ്ദേഹം ജനിച്ചത്. എവിടെ? ഇന്തോനേഷ്യയിൽ. കാന അബവാഹു അബുൻ അബാനി. മനസ്സിലായോ? അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ്, അബവാനി എന്ന് പറഞ്ഞാൽ രണ്ട് പിതാക്കന്മാരുണ്ടാവില്ലല്ലോ. അപ്പോൾ മാതാപിതാക്കൾക്കാണ് അങ്ങനെ ഉപയോഗിക്കൽ. അപ്പോൾ അബവാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിരുന്നു ഫി മിന്തഖത്തി ഹെലർമൗത്ത. ഹെലർമൗത്ത് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. ഹെലർമൗത്ത് എന്ന് പറഞ്ഞാൽ യമനിലാണ് വരിക അല്ലേ? സാഫറ അദ്ദേഹം യാത്ര പോയി ഇല ബലദിൽ വാലിദൈനി, മാതാപിതാക്കളുടെ നാട്ടിലേക്ക്. അദ്ദേഹം ജനിച്ചത് ഇന്തോനേഷ്യയിലാണ്. മാതാപിതാക്കളുടെ നാട് യമനിലെ ഹെലർമൗത്തിലാണ്. അവിടേക്ക് അദ്ദേഹം യാത്ര പോയി. വഹുവ സഗീറുൻ, അദ്ദേഹം ചെറിയ കുട്ടിയാകുന്ന അവസരത്തിൽ. നഷഅ ഹുനാക്ക, അദ്ദേഹം നഷഅ വളർന്നു, ഹുനാക്ക അവിടെ. വ തഅല്ലമ അദ്ദേഹം പഠിച്ചു, അൽ അറബിയത്ത അറബി ഭാഷ, ഉലൂമുദ്ദീനി മതവിജ്ഞാനവും അദ്ദേഹം പഠിച്ചു. സാറ അദ്ദേഹം സന്ദർശിച്ചു, ബിലാദൻ രാജ്യങ്ങൾ, ബലദുൻ രാജ്യം, ബിലാദ് രാജ്യങ്ങൾ, ബഹുവചനാണ്. അദീദത്തൻ ധാരാളം, എണ്ണമറ്റ എന്നാണ് അതിൻ്റെ അർത്ഥം. എണ്ണമറ്റ എന്ന് പറഞ്ഞാൽ ധാരാളം രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. വ കതബ അദ്ദേഹം എഴുതി, അവല മസ്രഹിയത്തിൻ ഷഅരിയത്തിൻ. മസ്രഹിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നാടകം അല്ലേ? ഷഅരിയ എന്ന് പറഞ്ഞാൽ പദ്യാത്മക നാടകം. ഗദ്യാത്മകല്ല, പദ്യാത്മക നാടകം അദ്ദേഹം രചിച്ചു. ഹീനമാ കാന ഫിൽ ഹിജാസി, അദ്ദേഹം ആയപ്പോൾ, ഹീനമാ കാന ആയിരുന്നപ്പോൾ, ഫിൽ ഹിജാസി, ഹിജാസ് എന്ന് പറഞ്ഞ ഒരു നാടിൻ്റെ പേരാണ്. അദ്ദേഹം ഹിജാസിലായിരുന്നപ്പോൾ ആണ് അദ്ദേഹം പദ്യാത്മക നാടകം ആദ്യമായി രചിച്ചത്. ഹസല അല അദ്ദേഹം കരസ്ഥമാക്കി, ലീസാൻസ് ഫിൽ അദബിൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ലീസാൻസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി കരസ്ഥമാക്കി. മിൻ ജാമിയത്തിൽ അസ്ഹർ,
അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ജാമിയത്ത് യൂണിവേഴ്സിറ്റി, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. വക്കാന യുജീദു, അദ്ദേഹത്തിനക്ക് വശമുണ്ടായിരുന്നു, അൽ ലോകത്തൽ അറബിയത്ത, അറബി ഭാഷ, വൽ ഇഞ്ചിലീസിയ, ഇംഗ്ലീഷ് ഭാഷ, വൽ ഫറൻസിയ, പേർഷ്യൻ ഭാഷ. വഅമില, അദ്ദേഹം ജോലി ചെയ്തു, മുദർരിസൻ, അധ്യാപകനായി, ഫിൽ ഇഞ്ചിലീസിയത്തി, ഇംഗ്ലീഷ് അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തു. ഒമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് വാ ഇസ്ലാമ, അൽ മൽഹമത്തുൽ ഇസ്ലാമിയത്തുൽ കുബ്ര, മിൻ ഫൗഖി സബൈ സമാവാത്ത്, ഷഹർസാദ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഏതൊക്കെയാണ്? വാ ഇസ്ലാമ, അൽ മൽഹമത്തുൽ ഇസ്ലാമിയത്തുൽ കുബ്ര, മിൻ ഫൗഖി സബ സമാവാത്ത്, ഷഹർസാദ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ പേരുകളാണ്. അപ്പോൾ തൂഫിയ, അദ്ദേഹം വഫാത്തായി, അദ്ദേഹം മരണപ്പെട്ടു. അൽ കാത്തിബു, ഈ എഴുത്തുകാരൻ, സനത്ത 1969 അദ്ദേഹം വഫാത്തായി. നഖറഉ, നമുക്ക് വായിക്കാം, തർജുമത്തുൽ ഹയാത്തി സാബിക്ക, മേലെ പറഞ്ഞ തർജുമത്തുൽ ഹയാത്ത്, ജീവചരിത്രം നമ്മൾ വായിച്ചു. വനുജീബു അനിൽ അസ്അലത്തി, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. താഴെ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ചോദ്യത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം, മേലെ നമ്മൾ ബാക്കി പറഞ്ഞതാണല്ലോ. മത്താ ഉലിദ അലി അഹമ്മദ് ബാക്കസീർ, അലി അഹമ്മദ് ബാക്കസീർ മത്ത, എപ്പോഴാണ് ജനിച്ചത്? മത്താ ഉലിദ, എപ്പോൾ ജനിച്ചു. ഐന ഉലിദ, എവിടെ ജനിച്ചു. മത്താ ഉലിദ, എപ്പോൾ ജനിച്ചു, എപ്പോഴാണ് ജനിച്ചത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഫി 21 ഡിസംബർ. അപ്പോൾ ഒലിദ ബി ഇന്തോനേഷ്യ വേണമെങ്കിൽ ഒഴിവാക്കാം. എവിടെ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഒലിദ ബി ഇന്തോനേഷ്യ എന്ന് കൊടുക്കാം. മത്ത എന്ന് കൊടുക്കുകയാണെങ്കിൽ, മത്താ ഒലിദാണെങ്കിൽ ഒലിദ ഫി 21 ഡിസംബർ ക്രിസ്താബ്ദം 1910 എന്ന് കൊടുക്കാം. ഇല ഐന സാഫർ അലി അഹമ്മദ്, അലി അഹമ്മദ് ബാക്കസീർ എവിടേക്കാണ് യാത്ര പോയത്? ഉത്തരം നേരത്തെ നമ്മൾ പറഞ്ഞു. മത്ത അല്ലഫ അവല മസ്രഹിയത്തിൻ ഷഅരിയ, പദ്യാത്മക, കവിതാത്മക നാടകത്തെ ആദ്യമായി എപ്പോഴാണ് അദ്ദേഹം രചിച്ചത്? മത്ത അല്ലഫ, എപ്പോൾ രചിച്ചു. എപ്പോഴാണ് രചിച്ചത്? ഇന്ന സ്ഥലത്തായിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മിൻ ഐന ഹസല അല ലിസാൻസ് ഫിൽ അദബി, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിഗ്രി അദ്ദേഹം കരസ്ഥമാക്കിയത് എവിടെ നിന്നാണ്? ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്നാണ് ചോദ്യം. നുസമ്മി, നമുക്ക് പേര് പറയാം, ബഅദ് മുഅല്ലഫാത്തിഹി ഷഹീറ, പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകൾ ഏതൊക്കെയാണ്? അത് നമ്മൾ പറഞ്ഞു അല്ലേ. വാ ഇസ്ലാമ തുടങ്ങുന്ന 4ഓളം ഗ്രന്ഥങ്ങൾ. മത്താ തൂഫിയ അലി അഹമ്മദ് ബാക്കസീർ, അദ്ദേഹം മത്ത എപ്പോഴാണ് എന്നാണ് ചോദ്യം. എവിടെയെന്ന് പിന്നെ കൊടുത്തിട്ടില്ലല്ലോ അല്ലേ. എവിടെയെന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് അദ്ദേഹം വഫാത്തായത്, മരണപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് നഖറഉൽ ആയാത്തിൽ കരീമത്ത, ഈ ആയത്തുകൾ നമുക്ക് വായിക്കാം. വ നുഖാരിനുവാബി മൽമൂനിൽ മസ്രഹിയത്തി, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നാടകവുമായി പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ് നമുക്ക് യോജിപ്പിക്കാം. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളായിഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. മസലുല്ലദീന, ഒരു കൂട്ടം ജനങ്ങൾക്കുള്ള ഉദാഹരണം, എക്സാമ്പിൾ, ഒരു വിഭാഗത്തെ അള്ളാഹു ഉദാഹരണപ്പെടുത്തുകയാണ്. യുംഫിഖൂന അംവാലഹും, എങ്ങനെയുള്ള ആളുകളാണ്? യുംഫിഖൂന, അവർ ചെലവഴിക്കുന്നു, അംവാലഹും, അവരുടെ സമ്പത്തുക്കൾ, ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം ഏതുപോലെയാണ്?
ഒരു എക്സാമ്പിൾ പറയാം. ഒരു നെൽവിത്ത്, നെല്ലിൻ്റെ ഒരു കതിരല്ല, ഒരു വിത്ത്, നെല്ലിൻ്റെ ഒരു മണി എന്ന് പറയില്ലേ, ഒരു നെല്ല്. അൻപത്തത്, ആ നെല്ലിൻ്റെ വിത്ത് മുളപ്പിച്ചു. സബ് സനാബില, 7 കതിരുകൾ. നെൽക്കതിർ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരു കതിരിൽ ഒരുപാട് നെല്ലുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ ഒരു നെൽമണി, അതിൽ നിന്ന് 7 കതിരുകൾ വന്നു. ഫീ കുല്ലി സുംബുലത്തിൻ, ഓരോ കതിരിലുമുണ്ട് മിഅത്തു ഹബ്ബ, 100 ധാന്യങ്ങളുണ്ട്. അപ്പോൾ എത്ര എണ്ണമായി? ഒരു ധാന്യത്തിൽ നിന്ന് 7 കതിരുകൾ വന്നു, 7 ഓരോ കതിരിലും 100 ധാന്യങ്ങളുണ്ട്. അപ്പോൾ എത്ര ധാന്യങ്ങളായി? 700 ധാന്യങ്ങളായല്ലോ അല്ലേ. അപ്പോൾ ഒരു ധാന്യത്തിൽ നിന്ന് ഇപ്പോൾ എത്ര എണ്ണം കിട്ടി? 700 എണ്ണം കിട്ടി അല്ലേ. അപ്പോൾ ഇരട്ടി 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 കിട്ടി. അതേപോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവന്, അവന് ആഖിറത്തിൽ വരുമ്പോൾ ഇവിടെ ചെലവഴിച്ചതിൻ്റെ എത്രയോ 10 മടങ്ങ് പ്രതിഫലം അവിടെ കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. വല്ലാഹു, അള്ളാഹു യുലായിഫു, ഇരട്ടിപ്പിക്കും, ലിമൻ യശാ, അവനുദ്ദേശിച്ചവർക്ക്. അവനുദ്ദേശിച്ചവെന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന ആളുടെ ആത്മാർത്ഥതയൊക്കെ നോക്കിയിട്ട് അതിനെങ്ങനെ ഒരിരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി, 10 ഇരട്ടി അങ്ങനെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും അവൻ്റെ ആത്മാർത്ഥതക്കനുസരിച്ച്. വല്ലാഹു വാസിയുൻ അലീം, അള്ളാഹു വിശാരത ചെയ്യുന്നവനും അലീമുൻ, നന്നായി കാര്യങ്ങൾ അറിയുന്നവനുമാണ്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അല്ലദീന ഒരു വിഭാഗം ജനങ്ങൾ, യുൻഫിഖൂന അംവാലഹും അവരുടെ, യുൻഫിഖൂന ചെലവഴിക്കും, അംവാലഹും അവരുടെ സമ്പത്തുകൾ, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. സുമ്മ ലാ യുത്ബഊന മാ അൻഫഖൂ മന്നൻ, സുമ്മ ലാ യുത്ബഊന പിന്നെ അവർ തുടർത്തുകയില്ല, അതിനോട് തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കുകയില്ല, മാ അൻഫഖൂ അവർ ചെലവഴിച്ചതിനോട് തുടർത്തുകയില്ല, മന്നൻ എടുത്തു പറയൽ എന്ന് പറഞ്ഞാൽ അവർ ചെലവഴിച്ചു, പിന്നെ അതിനോട് അനുബന്ധമായിട്ട് അവരതിനെങ്ങനെ എടുത്തു പറയാം. ഞാൻ എന്നാൽ പള്ളിക്കൊക്കെ 1000 കൊടുത്തു, മദ്രസക്ക് 2000 കൊടുത്തു, ഒന്നാൾ പാവപ്പെട്ടവർ വന്നപ്പോൾ ഞാൻ 250 രൂപ കൊടുത്തു. ഇങ്ങനെയൊക്കെ അവർ ചെയ്യും. എന്നിട്ട് പിന്നെ അതിനോടനുബന്ധമായിട്ട് അതിങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാത്തവർ, അങ്ങനെ ചെയ്യുന്നവരല്ല, അങ്ങനെ ചെയ്യാത്തവർ, വല അതല്ലഹും ആ സഹായിക്കപ്പെട്ട ആളുകളെ സഹായിച്ചത് കൊണ്ട് ബുദ്ധിമുട്ടാക്കുകയില്ല. ബുദ്ധിമുട്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ നമ്മളടുത്ത് ഒരാൾ വന്നു, ഒരു പാവപ്പെട്ട ആൾ വന്നു അല്ലേ, വീടില്ലാത്ത ഒരാൾ വന്നു. അപ്പോൾ അദ്ദേഹം വീടുണ്ടാക്കാൻ വേണ്ടി നമ്മളോട് കാശ് ചോദിച്ചപ്പോൾ നമ്മളൊരു 1000 രൂപ കൊടുത്തു. പിന്നെ അവനോട് പോയിട്ട് ഞാൻ നാളെ മുമ്പ് നിനക്ക് 1000 രൂപ തന്നില്ലേ, നീ അത് ചെയ്യ്, നീ എനിക്ക് ഇന്ന സഹായം ചെയ്യ് എന്ന് ആ കൊടുത്ത ക്യാഷിന് വേണ്ടിയിട്ട് അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാം. മനസ്സിലായോ? അങ്ങനെയും ചെയ്യില്ല. അങ്ങനത്തെ ആളുകൾക്ക് ലഹും അവർക്കുണ്ട്, അജ്റുഹും അവരുടെ പ്രതിഫലമുണ്ട്, ഇന്ദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം അവർ ഒരു പേടിയും പേടിക്കണ്ട, വലാഹും യഹ്സനുൻ അവർ ദുഃഖിക്കുകയും വേണ്ട. ഖൗലുൻ മഅറൂഫുൻ നല്ല വാക്ക്, വ മഗ്ഫിറത്തുൻ മാപ്പ് ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും ഇങ്ങനെ മാപ്പ് ചെയ്യുക. നമ്മളെ ഒരുപാട് ആളുകൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, കളിയാക്കിയിട്ടുണ്ടാവും, അവർക്കൊക്കെ മാപ്പ് കൊടുക്കുക. അത് ഖൈറുൻ ഏറ്റവും നല്ലതാണ്, മിൻ സ്വദഖത്തിൻ സദക്കയേക്കാളും നല്ലതാണ്. എങ്ങനത്തെ സദക്ക? യത്ബഉ ഹാദ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ സദക്ക കൊടുക്കും എന്നിട്ട് ആ കൊടുത്തവൻ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കും. അതിനേക്കാളും നല്ലതാണ് നല്ലൊരു വാക്ക് പറയൽ. വല്ലാഹു അള്ളാഹു വനിയുൻ ഹലീം, അള്ളാഹു വനിയുൻ അവൻ പിന്നെ എത്രയോ ധനാഢ്യനാണ്, ഐശ്വര്യവാനാണ്, ഹലീമുൻ അവൻ പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവനും സഹായിക്കുന്നവനും ഒക്കെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ആയത്തുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നാടകത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ ഇബ്രാഹിമിനും അദ്ദേഹം അല്ലേ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം പോലും കഴിക്കാതെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു അല്ലേ. മറ്റുള്ളവരോട് എന്ത് ചെയ്തില്ല? ഞാൻ ഇന്നാൾക്ക് കൊടുത്തതാണ് എന്നുള്ള വാക്ക്, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം പാവങ്ങൾക്ക് കൊടുത്തതിനെ വെളിപ്പെടുത്തിയില്ല. അതവിടെ വെളിപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ജോലി തുടരാമായിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു കണ്ടിട്ട് പോലും
അദ്ദേഹം എന്ത് ചെയ്തില്ല? പാവങ്ങളെ സഹായിച്ചത് എന്ത് ചെയ്തില്ല? വിളിച്ചു പറഞ്ഞില്ല. അതാണ് ഈ ആയത്തുമായിട്ടുള്ള ബന്ധം. ഇൻഷാ അല്ലാ അടുത്തത് നമുക്കൊരു കവിതയാണ്. ഇൻഷാ അല്ലാ ക്ലാസ്, ഈ കവിതയുടെ ക്ലാസ് നിങ്ങൾ നാളെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നാളെ ശനിയാഴ്ച 10ാം ക്ലാസ്സിന് അറബി ക്ലാസ് ഉണ്ടാവും. എല്ലാവരും കാണണം. തൊട്ടടുത്തുള്ള കവിത, അതിൻ്റെ സാരാംശവും ശനിയാഴ്ച ക്ലാസ് നിങ്ങൾ കേൾക്കണം, അത് മനസ്സിലാക്കണം, പഠിക്കണം, എഴുതിയെടുക്കണം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.